ചെയ്താല് പോരാ. വെറും ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്താല് പോരാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ നിങ്ങൾക്ക് സ്വർഗം വേണോ? നബി തങ്ങൾ ചോദിച്ചു, സഹാബാ നിങ്ങൾക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ റസൂലാ ചോദിക്കുന്നത്, മദീനയുടെ നായകനാ ചോദിക്കുന്നത് അല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞതാ, ഇപ്പൊ നമ്മൾ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുന്ന സമയത്ത് പലതും നമുക്ക് ലഭിക്കാതിരിക്കും. ആഗ്രഹിച്ചതെല്ലാം ചിലപ്പോ നമ്മുടെ കയ്യിൽ ലഭിക്കണമെന്നില്ല. ഒരു വാഹനം നമ്മൾ ആറ്റുനോറ്റ് ആശിച്ചു, പക്ഷേ ആ വാഹനം നമുക്ക് ലഭിക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിച്ച പെണ്ണിനെ ചിലപ്പോ നിക്കാഹ് ചെയ്യാൻ കഴിയണമെന്നില്ല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള മക്കളെ അള്ളാഹു നമുക്ക് തരണമെന്നില്ല. ഞാൻ പറയാ, ആഗ്രഹിച്ചതെല്ലാം അള്ളാഹു ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് തന്നിരുന്നെങ്കിൽ പിന്നെ സ്വർഗ്ഗം ഒന്നില്ല. ആഗ്രഹിച്ചതെല്ലാം ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വെച്ച് ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വെച്ച് തന്നിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം പണിതിരിക്കണേ? അപ്പൊ ഞാൻ പറയാ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ നിങ്ങൾക്ക് സ്വർഗം വേണോ? സ്വർഗം വേണോ? അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ സ്വർഗം വേണോ? സ്വർഗം വേണോ? മദീനയുടെ നായകനാകുന്ന നബി തങ്ങൾ അതാ പറയുമ്പോ സഹാബത്ത് അതാ പറയുകയാ, യാ റസൂലല്ലാഹ് സ്വർഗം വേണം നബിയേ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, ആഗ്രഹമാണ് നബിയേ, അഭിലാഷമാണ് നബിയേ. മദീനയുടെ നായകനതാ പറയുകയാ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ. റസൂലുള്ളാഹി പറയുകയാ, ഇന്ന ഫിൽ ജന്നതി മിഅതി ദറജാ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ, സ്വർഗത്തില് ഒരുപാട് പദവികളുള്ളോ, ഒരുപാട് മഹത്വമുള്ളോ, ഒരുപാട് പ്രതിഫലമുള്ളോ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടതാ, ദുആ ചെയ്യേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ സഹാബത്ത് ചോദിക്കുകയാ, ജന്നാത്തുൽ ഫിർദൗസിലുണ്ടല്ലോ, ആരാണ് കടക്കുന്നത് നബിയേ? ആരാണ് പ്രവേശിക്കുന്നത് നബിയേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അമ്പിയാക്കള് കടക്കുന്നതാ, പ്രവാചകന്മാര് കടക്കുന്നതാ, ഔലിയാക്കള് കടക്കുന്നതാ, ആലിമീങ്ങള് കടക്കുന്നതാ, സ്വാധികരാകുന്ന ഉമറാക്കള് കടക്കുന്നതാ എന്നതാ റസൂലുള്ളാഹി പറയുമ്പോ സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? ഒരുപാട് പ്രതിഫലമുള്ളോ, ഒരുപാട് മഹത്വമുള്ളോ, ഒരുപാട് ആഹ്ലാദമുള്ള, ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? ഏതാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണോ? ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണോ? 4 കാര്യങ്ങൾ സഹാബോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാ. എന്നാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ചോദിച്ചു, സഹാബാ നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് വേണോ? സഹാബത്ത് പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് വേണം. ആദരവാകുന്ന പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാനുള്ള ഗുണങ്ങൾ ഏതാ നബിയേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, 4 ഗുണങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, നരകത്തിലേക്ക് പോകാൻ ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാർക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഇവിടെ ഇരിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഉമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹം ജന്നാത്തുൽ ഫിർദൗസ് വേണം, ജന്നാത്തുൽ ഫിർദൗസ് വേണം ആഗ്രഹം. ചില
ആളുകളൊക്കെ പറയും ഉസ്താദേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു അത്തർ കടയിൽ പോയിട്ട് ഒരു 150 രൂപ കൊടുത്താൽ മറ്റേ ഒരു പച്ച കളർ ജന്നാത്തുൽ ഫിർദൗസ് അതല്ലേ ഉസ്താദേ എന്ന് ചില ആളുകൾ ചോദിക്കും. അതല്ല ഒരുപാട് ആനന്ദവും ആഹ്ലാദവും പ്രതിഫലവും മഹത്വവും ഒരുപാട് പേര് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 4 കാര്യങ്ങൾ സഹാബ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാടൊന്നും ഉണ്ടാകൂല, ഒരു 1.25 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർത്ത് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ചെയ്യൂലേ? ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ടെന്ന്. പഠിക്കൂലേ? ചെയ്യൂലേ? ഇത് ഞാൻ പറയാ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല വഅലല്ല, എനിക്കും കൂടിയുള്ള വഅല. ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു സ്ഥലത്ത് വഅലിന് പോയപ്പോ അവിടുത്തെ സമസ്തയുടെ ട്രഷറർ ആകുന്ന അവിടെ ഒരു ജിഫ്രി തങ്ങളുണ്ട്. ഇവിടുത്തെ ജിഫ്രി തങ്ങളെ പോലെ തന്നെ അവിടെ സമസ്തയുടെ ട്രഷറർ ആകുന്ന ഒരു ജിഫ്രി തങ്ങളുണ്ട്. ആ തങ്ങൾ എന്നോട് പറഞ്ഞു, ആശികേ ഈ വഅല് പറയുമ്പോ ഈ 2 സാധനം എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. സ്റ്റേജിൽ ഇരിക്കണം ഈ 2 മോണിറ്റർ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മൾ തങ്ങൾ ഇത് നമുക്ക് സൗണ്ട് കിട്ടാനാ, ഫീഡ്ബാക്ക് കിട്ടാനാ. അപ്പൊ എന്നോട് പറഞ്ഞു അതിനല്ല. പിന്നെ എന്തിനാ? തങ്ങൾ പറഞ്ഞിടാ, നീ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോ നാട്ടുകാർ മുഴുവനും ഈ 4-8 സ്പീക്കറിലൂടെ നാട്ടുകാർ മുഴുവനും നന്നാകും, നാട്ടുകാർ മുഴുവനും കേൾക്കും, ചെവിയിലൂടെ കേട്ട് ഇപ്പുറം വഴി ഇറക്കി കളയും. എടാ അവരതിലൂടെ നന്നാകുമ്പോൾ നിനക്ക് നന്നാകാൻ ഈ 2 ബോക്സിലൂടെ വെച്ചിരിക്കണമെന്നാ തങ്ങൾ പറഞ്ഞു. അപ്പൊ ശരിയാ, എനിക്ക് നന്നാകാൻ ഈ 2 ബോക്സും ഉണ്ട്, നിങ്ങൾക്ക് നന്നാകാൻ ഈ 8 ബോക്സും ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന 4 കാര്യങ്ങൾ ആരാണോ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് പോവല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗം കിട്ടണമെങ്കിൽ ഒരു കടമ്പ നമ്മൾ കടന്നേ പറ്റും. ഈ സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഒരു കടമ്പ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നേ പറ്റും അല്ലേ? ഇപ്പോ ഈ മഹനീയമാകുന്ന നല്ല പേരാട്ടോ കൊല്ലരുത്തിക്കൽ, ഈ സ്ഥലത്ത് ഞാൻ ഇവിടെ വഅല് പറയാൻ വന്നത് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വലിഞ്ഞു കയറി വന്നതാണോ? അല്ല. ഇവിടുത്തെ ഉസ്താദന്മാർ ഇവിടെ വന്നിരുന്നത് അവരെ ക്ഷണിച്ചിട്ടാണ് ഇവര് വന്നത്. ഇതിന്റെ പ്രിയപ്പെട്ട മൈക്ക് സെറ്റുകാരെ വിളിച്ചിട്ടാണ് അവര് വന്നത്. അല്ലാതെ അവർ 2 ബോക്സ് കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ ഇത് ചെയ്യൂന്ന് പറഞ്ഞാൽ അവർ പെരടിക്കടിച്ചിട്ടില്ല ഇവിടുത്തെ കമ്മിറ്റിക്കാർ വിടും. പക്ഷേ അവരെ വിളിച്ചിട്ടാണ് അവരെന്ത് ചെയ്തേ ഇവിടെ വന്നിരിക്കണേ. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് നമ്മൾ ചെന്ന് കിടന്നുറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? നമ്മള് ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരാൻ കഴിയുന്ന ഒരു അതിഥിയുണ്ട്. ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അസ്റായീൽ കണ്ണൂരിന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരുന്ന രൂപമുണ്ടല്ലോ. എങ്ങനെയെന്നറിയോ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സദഖ കൊടുത്തവരാണോ? സകാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? ഉംറകൾ ചെയ്തവരാണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തവരാണോ? എന്നാൽ അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമുണ്ടല്ലോ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, സദഖ കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട് ഈ കണ്ണൂരിന്റെ പരിസരത്തിലൂടെ ഓടിയവരാണോ? നടന്നവരാണോ? എഴുന്നവരാണോ?
അസ്രായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് ദുർഗന്ധമെന്ന് പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്രായീൽ നിന്റെ വീടിന്റെ ഉള്ളറകിലേക്ക് കടന്നു വരികയാ. അസ്രായീൽ കടന്നു വരുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ, നൊമ്പരപ്പെടുകയാ. അസ്രായീലിനോട് പറയുകയാ, വേദനിക്കുന്ന അസ്രായീലേ, താങ്ങാൻ കഴിയുന്നില്ല അസ്രായീലേ, എനിക്കൊന്ന് ആഫിയത്ത് തരുമോ, എനിക്ക് ദീർഘായുസ് തരുമോ, എന്നെ ഒന്ന് തിരിച്ചു വിടുമോ എന്ന് പറയുമ്പോ അസ്രായീൽ പറയുകയാ, ജീവിതത്തിൽ തിന്മ ചെയ്തവരെ, ജീവിതത്തിൽ ഹറാം ചെയ്തവരെ, ജീവിതത്തിൽ മോശത്തരങ്ങൾ ചെയ്തവരെ അസ്രായീൽ പറയുകയാ, അനുഭവിക്കടാ, തിന്മകൾ ചെയ്തവനല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായീലിന്റെ പ്രിയമുള്ളവരെ റൂഹ് പിടിക്കുകയാ. ഞാനും നിങ്ങളും ഉണ്ടല്ലോ, മരിക്കുകയാ, വിട പറയുകയാ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവര് പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുന്നത്, ഇന്നോ ലില്ലാ, ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയുടെ കാരണവര് മരിച്ചിട്ടുണ്ട്, നാട്ടിലെ കാരണവര് മരിച്ചിട്ടുണ്ട്. എല്ലാവരും അതാ കടന്നു വരികയാ. നിന്റെ വീട്ടിലേക്ക് കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങള് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, ഉസ്താദന്മാര് കടന്നു വരികയാ, സയ്യിദന്മാര് കടന്നു വരികയാ. എല്ലാവരും അതാ കടന്നു വരികയാ. പടച്ചവനെ, ജനാസയുണ്ടല്ലോ, പടച്ചവനെ കുളിപ്പിക്കുകയാ, എന്നിട്ടതാ കഫം മുടവയിൽ പൊതിയുകയാ, പടച്ചവനെ അത്തുറ പൂശുകയാ, നിന്നെ അതാ സന്തൂക്കിലേക്ക് കയറ്റുകയാ. നീ അതാ കരയുകയാ, നീ അതാ സങ്കടപ്പെടുത്തുകയാ. നീ കരഞ്ഞുകൊണ്ട് സന്തൂക്കിനകത്ത് കിടന്നുകൊണ്ട് അനങ്ങാൻ കഴിയാതെ നിലവിളിക്കുകയാ, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഒരാളും എന്റെ പ്രിയമുള്ളവര് പരിഗണിക്കൂല, പരിഗണിക്കൂല, മൈൻഡ് ചെയ്യൂല. നിന്നെ അതാ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, നിന്നെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തനവ ഉസ്താദ് പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് എഴുതി കാണിക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം മലബാറുകാരെ, അറിയാതെ കരയണം മലബാറുകാരെ. എന്തെന്നറിയോ, പാമ്പുള്ള ഖബറാണ് അല്ലാ, തേലുള്ള ഖബറാണ് അല്ലോ, ഞെരുക്കമുള്ള ഖബറാണ് അല്ലോ. ഞാനും നിങ്ങളും ഉണ്ടല്ലോ, ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് കരയുകയാ, എന്നെ ഒന്ന് രക്ഷിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, മരണം നിനക്ക് അനിവാര്യമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മരിച്ചു കഴിഞ്ഞിട്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, സ്വർഗമാണോ നരകമാണോ, ഹൗദുൽ കൗസറാണോ, അർശിന്റെ തണലാണോ, നരകത്തിന്റെ തീജ്വാലയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലതാ നിൽക്കുമ്പോ, ജന്നാത്തുൽ ഫിർദൗസ് വേണോ, ജന്നാത്തുൽ ഫിർദൗസ് വേണോ, സ്വർഗം വേണോ, സ്വർഗം വേണോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒന്നാമത്തെ ഗുണമേതെന്നറിയോ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു മനുഷ്യനുണ്ടല്ലോ, നന്മകൾ എന്റെ പ്രിയമുള്ളവരെ അധികരിച്ചു
അധികരിപ്പിച്ചാൽ ഒരു മനുഷ്യനുണ്ടല്ലോ നന്മകൾ എന്റെ പ്രിയമുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവനിക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു മരണം എന്തിൽ അനിവാര്യമാണ്. ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മരിക്കണം. ആ മരിച്ചതിന് ശേഷം ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ നന്മകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആരെങ്കിലും ഒരാൾ നന്മകൾ എന്റെ പ്രിയപ്പെട്ടവരെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.